സ്മാർട്ട് ശ്രീയുടെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ തുടങ്ങുന്നത് ഇന്ത്യൻ സാമ്പത്തിക ശാസ്ത്ര ചിന്തകരെ കുറിച്ചാണ്. അപ്പോൾ പാശ്ചാത്യ സാമ്പത്തിക ശാസ്ത്ര ചിന്തകരെ കുറിച്ചുള്ള ടോപ്പിക് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കംപ്ലീറ്റ് ചെയ്തു. അപ്പോൾ ഓരോ സാമ്പത്തിക ശാസ്ത്രജ്ഞരും വെവ്വേറെ ഡെഫിനിഷൻ അല്ലെങ്കിൽ അവരുടെ വെവ്വേറെ പുസ്തകങ്ങളുണ്ടാവും. കൃത്യമായിട്ട് തന്നെ കേട്ട് പഠിക്കണം. അപ്പോൾ ഒരു തവണ നമ്മൾ ക്ലാസ് കേട്ടിട്ട് ഒന്നും കൂടി ക്ലിയർ ആക്കാൻ വേണ്ടി നമ്മളൊന്നും കൂടി കേൾക്കുക, 2 തവണ കേൾക്കുക. അതിനുശേഷം സ്പീഡ് മോഡിലിട്ടിട്ട് ഒന്നും കൂടി കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സെറ്റായി. പിന്നെ അത് വീണ്ടും നോക്കേണ്ടി വരില്ല, നിങ്ങൾക്ക് ഒരുവിധം കിട്ടും. പിന്നെ നോട്ടൊന്ന് ജസ്റ്റ് ഒന്ന് വായിച്ചാൽ മതി, തീർച്ചയായിട്ടും എന്തായാലും നിങ്ങൾക്ക് കിട്ടും. നെക്സ്റ്റ് നമ്മൾ പഠിക്കുന്നത് ഇന്ത്യൻ സാമ്പത്തിക ശാസ്ത്ര ചിന്തകർ. അപ്പോൾ ആദ്യം പഠിക്കുന്നത് ചാണക്യൻ. കേട്ടിട്ടുണ്ടാവും എല്ലാവരും അല്ലേ? ചാണക്യൻ. അദ്ദേഹത്തിന് മറ്റൊരു പേരാണ് കൗടില്യൻ, മറ്റൊരു പേരാണ് വിഷ്ണുഗുപ്തൻ. ചാണക്യൻ, കൗടില്യൻ അല്ലെങ്കിൽ വിഷ്ണുഗുപ്തൻ എല്ലാം ഒരാൾ തന്നെയാണ് കേട്ടോ. അപ്പോൾ ഈ 3 പേരുകളും പഠിച്ചു വയ്ക്കണം. 3 പേരും ഓപ്ഷൻ തന്നിട്ട്, അതായത് ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ ചാണക്യൻ എന്ത് തന്നിട്ടുണ്ടാവും, മറ്റൊന്നിൽ കൗടില്യൻ, മറ്റൊന്നിൽ വിഷ്ണുഗുപ്തൻ. ഈ 3 പേരുകളും തന്നിട്ട് PSC ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളതാണ്, ഇടയ്ക്കിടയ്ക്ക് ചോദിക്കാറുള്ളതാണ്. അപ്പോൾ ചാണക്യൻ അല്ലെങ്കിൽ കൗടില്യൻ അല്ലെങ്കിൽ വിഷ്ണുഗുപ്തൻ, അദ്ദേഹത്തെ കുറിച്ച് നമുക്ക് എന്താണ് പഠിക്കാനുള്ളത് നോക്കാം. ഇന്ത്യൻ സാമ്പത്തിക ശാസ്ത്ര സിദ്ധാന്തങ്ങളിൽ ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന ഒന്നാണ് അർത്ഥശാസ്ത്രം. ഇന്ത്യൻ സാമ്പത്തിക ശാസ്ത്രവുമായി ബന്ധപ്പെട്ട പുസ്തകങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട പുസ്തകമാണ് അർത്ഥശാസ്ത്രം. അർത്ഥശാസ്ത്രത്തിന്റെ രചയിതാവാണ് ചാണക്യൻ. ഈ ഒരു ക്വസ്റ്റ്യൻ ആണ് പലതവണയും PSC ചോദിച്ചിട്ടുള്ളത്. അർത്ഥശാസ്ത്രം രചിച്ചതാര്? ഒരെണ്ണത്തിൽ ചാണക്യൻ ഓപ്ഷൻ, മറ്റൊന്ന് കുറച്ച് പേപ്പർ അങ്ങോട്ട് നീങ്ങി കഴിയുമ്പോൾ നമ്മൾ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ബുക്കൊക്കെ വാങ്ങിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും. അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ നമുക്ക് ചാണക്യനാണ് ഓപ്ഷനെങ്കിൽ മറ്റൊന്നിൽ വിഷ്ണുഗുപ്തനായിരിക്കും, മറ്റൊന്നിൽ കൗടില്യനായിരിക്കും. അപ്പോൾ ആ പേരുകൾ തന്നെ ആദ്യം പഠിച്ചു വയ്ക്കുക. ഇന്ത്യൻ സാമ്പത്തിക ശാസ്ത്ര സിദ്ധാന്തങ്ങളിൽ ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന ഒന്നാണ് ചാണക്യൻ രചിച്ച അർത്ഥശാസ്ത്രം. അർത്ഥശാസ്ത്രത്തിന്റെ രചയിതാവ് ചാണക്യൻ. ഓക്കെ ആണല്ലോ? മഗധ എന്ന രാജ്യത്തെ, മഗധ എന്ന അന്ന് പണ്ടൊക്കെ നാട്ടുരാജ്യങ്ങളായിരുന്നു അല്ലേ? അപ്പോൾ മഗധ എന്ന രാജ്യത്തെ ഒരു പ്രബല സാമ്പത്തിക ശക്തിയാക്കുന്നതിൽ മുഖ്യ പങ്കുവഹിച്ച വ്യക്തിയാണ് ചാണക്യൻ. മഗധ എന്ന രാജ്യത്തെ ഒരു മുഖ്യ സാമ്പത്തിക ശക്തിയാക്കുന്നതിൽ പ്രധാന പങ്കുവഹിച്ച വ്യക്തിയാണ് ചാണക്യൻ. ചാണക്യൻ ആരുടെ ഉപദേഷ്ടാവായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മൗര്യ സാമ്രാജ്യ സ്ഥാപകനായ ചന്ദ്രഗുപ്ത മൗര്യന്റെ മുഖ്യ ഉപദേഷ്ടാവായിരുന്നു ചാണക്യൻ. മൗര്യ സാമ്രാജ്യ സ്ഥാപകനായ ചന്ദ്രഗുപ്ത മൗര്യന്റെ മുഖ്യ ഉപദേഷ്ടാവായിരുന്നു ചാണക്യൻ. അപ്പൊ ചാണക്യൻ അല്ലെങ്കിൽ കൗടില്യൻ അല്ലെങ്കിൽ വിഷ്ണുഗുപ്തൻ ഒരാൾ തന്നെയാണെന്ന് പറഞ്ഞു. നമ്മൾ പിന്നെന്താ പഠിച്ചത്? ഇന്ത്യൻ സാമ്പത്തിക ശാസ്ത്ര ചിന്തകരിൽ ഏറ്റവും കൂടുതൽ പ്രാധാന്യം അർഹിക്കുന്ന ഗ്രന്ഥമാണ് ഇന്ത്യൻ സാമ്പത്തിക ശാസ്ത്ര സിദ്ധാന്തങ്ങളിൽ ഏറ്റവും കൂടുതൽ പ്രാധാന്യം അർഹിക്കുന്ന ഗ്രന്ഥമാണ് അർത്ഥശാസ്ത്രം. അർത്ഥശാസ്ത്രത്തിന്റെ രചയിതാവാണ് ആര്? ചാണക്യൻ അല്ലെങ്കിൽ കൗടില്യൻ അല്ലെങ്കിൽ വിഷ്ണുഗുപ്തൻ. ഓക്കെ ആണല്ലോ? അദ്ദേഹം മഗധ എന്ന രാജ്യത്തെ ഒരു പ്രബല സാമ്പത്തിക ശക്തിയാക്കുന്നതിൽ മുഖ്യ പങ്കുവഹിച്ച വ്യക്തിയാണ്. മഗധ എന്ന രാജ്യത്തെ ഒരു പ്രബല സാമ്പത്തിക ശക്തിയാക്കുന്നതിൽ മുഖ്യ പങ്കുവഹിച്ച വ്യക്തിയാണ് അദ്ദേഹം. മൗര്യ സാമ്രാജ്യ സ്ഥാപകനായ ചന്ദ്രഗുപ്ത മൗര്യന്റെ മുഖ്യ ഉപദേഷ്ടാവാണ്. ഓക്കെ ആണല്ലോ? അദ്ദേഹത്തെ കുറിച്ച് ഇത്രയേ പഠിക്കാനുള്ളൂ. നെക്സ്റ്റ് ദാദാഭായ് നവറോജി. എല്ലാവർക്കും ഫെമിലിയർ ആയിട്ടുള്ള ഒരു വ്യക്തിയായിരിക്കും, നമ്മൾ കേട്ട് പരിചയം ഉള്ളൊരു ടേമാണല്ലോ, ഒരു പേരാണല്ലോ ദാദാഭായ് നവറോജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ദാദാഭായ് നവറോജി ഇന്ത്യൻ സാമ്പത്തിക ശാസ്ത്രത്തിന്റെ പിതാവാണ്. നമ്മൾ പഠിച്ചിരുന്നു അല്ലേ? ആധുനിക സാമ്പത്തിക ശാസ്ത്രത്തിന്റെ പിതാവ് ആരാണ്? ആഡം സ്മിത്ത് ആണ്. ഇന്ത്യൻ സാമ്പത്തിക ശാസ്ത്രത്തിന്റെ പിതാവാണ് ആര്? ദാദാഭായ് നവറോജി. ഇന്ത്യയിൽ ആദ്യമായി ദേശീയ വരുമാനം കണക്കാക്കിയ വ്യക്തിയാണ്. അദ്ദേഹം 1867-68 കാലഘട്ടത്തിലാണ് ഇന്ത്യയിൽ ആദ്യമായിട്ട് ദേശീയ വരുമാനം കണക്കാക്കപ്പെട്ടത്. അപ്പം ഇന്ത്യയിൽ ആദ്യമായി ദേശീയ വരുമാനം കണക്കാക്കിയ വ്യക്തി ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദാദാഭായ് നവറോജിയാണ്. വേറൊരു ക്വസ്റ്റൻ കുറച്ചൊന്ന് മാറ്റി ചോദിക്കുകയാണ്. സ്വതന്ത്ര ഇന്ത്യയിൽ ആദ്യമായി ദേശീയ വരുമാനം കണക്കാക്കിയത് PC മഹ്ലാനോബിസ് ആണ്. സ്വതന്ത്ര ഇന്ത്യയിൽ ആദ്യമായി ദേശീയ വരുമാനം കണക്കാക്കിയത് PC മഹ്ലാനോബിസ് ആണ്. ഇന്ത്യയിൽ ആദ്യമായി ദേശീയ വരുമാനം കണക്കാക്കിയത് ആരാണ്? ദാദാഭായ് നവറോജിയാണ്. പിന്നെ നമ്മൾ പഠിക്കാനുള്ളത് ഇന്ത്യയിൽ ആദ്യമായി ശാസ്ത്രീയ രീതിയിൽ
ശാസ്ത്രീയമായിട്ട് ദേശീയ വരുമാനം കണക്കാക്കിയ വ്യക്തി അത് VKRV റാവു ആണ്. VKRV റാവു ആണ് ഇന്ത്യയിൽ ആദ്യമായി ശാസ്ത്രീയമായ രീതിയിൽ ദേശീയ വരുമാനം കണക്കാക്കിയ വ്യക്തി. അപ്പൊ ദാദാഭായ് നവറോജി ഇന്ത്യൻ സാമ്പത്തിക ശാസ്ത്രത്തിന്റെ പിതാവാണ്. ഇന്ത്യയിൽ ആദ്യമായി ദേശീയ വരുമാനം കണക്കാക്കിയ വ്യക്തിയാണ്. അത് പറഞ്ഞപ്പോഴാണ് നമ്മൾ മറ്റു 2 പോയിന്റുകൾ ഒരുമിച്ച് പറഞ്ഞത്. സ്വതന്ത്ര ഇന്ത്യയിൽ ആദ്യമായി ദേശീയ വരുമാനം കണക്കാക്കിയത് PC മഹാലനോബിസും ഇന്ത്യയിൽ ആദ്യമായി ശാസ്ത്രീയമായ രീതിയിൽ ദേശീയ വരുമാനം കണക്കാക്കിയത് VKRV റാവു. 1931 ഇദ്ദേഹം ശാസ്ത്രീയ രീതിയിൽ ദേശീയ വരുമാനം കണക്കാക്കിയത്. അപ്പോൾ ദാദാഭായ് നവറോജി ഏത് വർഷമാണ് ദേശീയ വരുമാനം കണക്കാക്കിയത്? 1867-68 ഫിനാൻഷ്യൽ ഇയറിലാണ് അദ്ദേഹം ദേശീയ വരുമാനം ആദ്യമായി കണക്കാക്കിയത്. ഇന്ത്യൻ സാമ്പത്തിക ശാസ്ത്രത്തിന്റെ പിതാവാണ്, ദേശീയ വരുമാനം ആദ്യമായി കണക്കാക്കിയ വ്യക്തിയാണ്. പിന്നെ നമ്മൾ അദ്ദേഹത്തെക്കുറിച്ച് പഠിക്കാനുള്ളത് മസ്തിഷ്ക ചോർച്ചാ സിദ്ധാന്തം ആവിഷ്കരിച്ച വ്യക്തി. മസ്തിഷ്ക ചോർച്ചാ സിദ്ധാന്തം അല്ലെങ്കിൽ സാമ്പത്തിക ചോർച്ചാ സിദ്ധാന്തം ആവിഷ്കരിച്ച വ്യക്തിയാണ് ദാദാഭായ് നവറോജി. അതെന്താണെന്ന് നമുക്ക് പഠിക്കാം. അതിനു മുമ്പ് ബാക്കിയുള്ള പോയിന്റുകൾ ഞാനൊന്ന് പറഞ്ഞോട്ടെ. മസ്തിഷ്ക ചോർച്ചാ സിദ്ധാന്തം ആവിഷ്കരിച്ച വ്യക്തി എന്നുള്ളതൊന്ന് മനസ്സിൽ വയ്ക്കാം. അടുത്തത് അദ്ദേഹത്തിൻ്റെ 2 പ്രധാനപ്പെട്ട പ്രസിദ്ധീകരണങ്ങൾ, വാരികകളാണ്. ഫസ്റ്റ് വൺ വോയിസ് ഓഫ് ഇന്ത്യ, മറ്റൊന്ന് രസ്ത് ഗോഫ്താർ. വോയിസ് ഓഫ് ഇന്ത്യ അല്ലെങ്കിൽ രസ്ത് ഗോഫ്താർ. രസ്ത് ഗോഫ്താറിൻ്റെ ഇംഗ്ലീഷ് ടേമാണ് ദി ട്രൂത്ത് ടെല്ലർ. ഇങ്ങനെയും ചോദിക്കാം, ഇംഗ്ലീഷ് ടേം വെച്ചിട്ട് ചോദിക്കാം. വോയിസ് ഓഫ് ഇന്ത്യ അല്ലെങ്കിൽ രസ്ത് ഗോഫ്താർ, ഇതൊക്കെ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് PSC. വോയിസ് ഓഫ് ഇന്ത്യ അഥവാ വോയിസ് ഓഫ് ഇന്ത്യ ആൻഡ് രസ്ത് ഗോഫ്താർ എന്നീ പത്രങ്ങൾ ആരുടേതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദാദാഭായ് നവറോജിയുടെയാണ്. അദ്ദേഹത്തിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു പുസ്തകമാണ് പോവർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ. അപ്പോൾ ദാദാഭായ് നവറോജി ഇന്ത്യൻ ഇക്കണോമിക്സിൻ്റെ പിതാവാണ്. ഇന്ത്യയിൽ ആദ്യമായി ദേശീയ വരുമാനം അല്ലെങ്കിൽ നാഷണൽ ഇൻകം കാൽക്കുലേറ്റ് ചെയ്ത വ്യക്തിയാണ്. അദ്ദേഹമാണ് മസ്തിഷ്ക ചോർച്ചാ സിദ്ധാന്തം അല്ലെങ്കിൽ സാമ്പത്തിക ചോർച്ചാ സിദ്ധാന്തം ആവിഷ്കരിച്ചത്. ഈ മസ്തിഷ്ക ചോർച്ചാ സിദ്ധാന്തം അദ്ദേഹം എന്തിലൂടെയാണ് ഇങ്ങനെ ഒരു കാര്യം ജനങ്ങളെ അറിയിച്ചത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഏത് പ്രസിദ്ധീകരണത്തിലൂടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇംഗ്ലണ്ട്സ് ഡെപ്റ്റ് ടു ഇന്ത്യ എന്ന അദ്ദേഹത്തിൻ്റെ ലേഖനത്തിലൂടെയാണ്. ഇംഗ്ലണ്ട്സ് ഡെപ്റ്റ് ടു ഇന്ത്യ എന്ന അദ്ദേഹത്തിൻ്റെ ലേഖനത്തിലൂടെയാണ് അദ്ദേഹം ഇങ്ങനെ മസ്തിഷ്ക ചോർച്ചാ സിദ്ധാന്തത്തെക്കുറിച്ച് പ്രതിപാദിച്ചത്. നമ്മളോട് ചോദിക്കാം, ഇംഗ്ലണ്ട്സ് ഡെപ്റ്റ് ടു ഇന്ത്യ എന്ന പുസ്തകം രചിച്ചത്, ലേഖനമല്ല പുസ്തകം രചിച്ചത് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലാലാ ലജ്പത് റായ് ആണ്. അപ്പോൾ ഇംഗ്ലണ്ട്സ് ഡെപ്റ്റ് ടു ഇന്ത്യ എന്ന ലേഖനം ദാദാഭായ് നവറോജിയുടെയാണ്. ഇംഗ്ലണ്ട്സ് ഡെപ്റ്റ് ടു ഇന്ത്യ എന്ന പുസ്തകം രചിച്ചത് ആരാണ്? ലാലാ ലജ്പത് റായ് ആണ്. ഓക്കെ ആണല്ലോ. ഇനി ദാദാഭായ് നവറോജിയുടെ 2 വാരികകളാണ് ഇത്. വോയിസ് ഓഫ് ഇന്ത്യ ആൻഡ് രസ്ത് ഗോഫ്താർ. ഇംഗ്ലീഷ് ടേം എന്താണ്? ദി ട്രൂത്ത് ടെല്ലർ. അദ്ദേഹത്തിന് പ്രസിദ്ധമായിട്ടുള്ള പുസ്തകമാണ് പോവർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ. ഓക്കെ ആണല്ലോ. ഇനി നമുക്ക് പഠിക്കാനുള്ളത് ഇദ്ദേഹത്തിന് വേണ്ടി പുരസ്കാരം ഏർപ്പെടുത്തിയ ഒരു രാജ്യമുണ്ട്. ബ്രിട്ടനാണ് ദാദാഭായ് നവറോജിക്ക് വേണ്ടി പുരസ്കാരം ഏർപ്പെടുത്തിയ രാജ്യം. അത് ഏതൊക്കെ വിഷയങ്ങൾക്കാണ്? വിദ്യാഭ്യാസം, വാണിജ്യം, സാംസ്കാരികം എന്നീ 3 വിഷയങ്ങൾക്കാണ് അദ്ദേഹത്തിന് വേണ്ടി ബ്രിട്ടൻ പുരസ്കാരം ഏർപ്പെടുത്തിയത്. ദാദാഭായ് നവറോജിക്ക് വേണ്ടി പുരസ്കാരം ഏർപ്പെടുത്തിയ രാജ്യം ഏതാണ്? ബ്രിട്ടനാണ്. ഏതൊക്കെ മേഖലകൾക്കാണ്? വിദ്യാഭ്യാസം, വാണിജ്യം, സാംസ്കാരികം എന്നീ 3 മേഖലകൾക്കാണ് അദ്ദേഹത്തിന് പുരസ്കാരം ഏർപ്പെടുത്തിയത്. ഓക്കെ ആണല്ലോ ഇത്രയും കാര്യങ്ങൾ അല്ലേ? നമുക്ക് എന്താണ് മസ്തിഷ്ക ചോർച്ചാ സിദ്ധാന്തം എന്ന് പഠിക്കാം. ചോർച്ചാ സിദ്ധാന്തം. ഇന്ത്യയുടെ സമ്പത്ത് ചോർത്തിയെടുക്കുന്നതാണ് ബ്രിട്ടീഷ് ഭരണമെന്നും ഇത് ഇന്ത്യയെ സാമ്പത്തിക തകർച്ചയിലേക്കും ദാരിദ്ര്യത്തിലേക്കും നയിക്കുമെന്നും അഭിപ്രായപ്പെടുന്നതാണ് മസ്തിഷ്ക ചോർച്ചാ സിദ്ധാന്തം. ഇന്ത്യയുടെ സമ്പത്ത് ചോർത്തിയെടുക്കുന്നതാണ് ബ്രിട്ടീഷ് ഭരണമെന്നും ഇത് ഇന്ത്യയെ സാമ്പത്തിക തകർച്ചയിലേക്കും ദാരിദ്ര്യത്തിലേക്കും നയിക്കുമെന്നും അഭിപ്രായപ്പെടുന്നതാണ് സാമ്പത്തിക ചോർച്ചാ സിദ്ധാന്തം അല്ലെങ്കിൽ മസ്തിഷ്ക ചോർച്ചാ സിദ്ധാന്തം. ഓക്കെ ആണല്ലോ. ഇനി എന്താണ് സാമ്പത്തിക ചോർച്ചയ്ക്കുള്ള കാരണങ്ങൾ? 4 കാരണങ്ങളുണ്ട്. ഒന്നാമത്തെ, നമുക്കറിയാലേ ബ്രിട്ടീഷ് ഭരണം, ഇന്ത്യൻ ഹിസ്റ്ററി പഠിക്കുമ്പോൾ നമുക്ക് കുറേയൊക്കെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും. ബ്രിട്ടീഷുകാരുടെ ഭരണ കാലഘട്ടത്തിൽ ഇന്ത്യക്കാരായിട്ടുള്ള ഉദ്യോഗസ്ഥരെ എവിടെയെങ്കിലും നിയമിക്കുന്നുണ്ടെങ്കിൽ, ഇന്ത്യക്കാർക്ക് എവിടെയെങ്കിലും ഉദ്യോഗം കൊടുക്കുന്നെങ്കിൽ അവർക്ക് തുച്ഛമായ ശമ്പളവും
ബ്രിട്ടീഷുകാർക്ക് എന്താണ് ഉയർന്ന ശമ്പളമായിരുന്നു. അപ്പോൾ ഇന്ത്യയിൽ പോസ്റ്റ് ബ്രിട്ടീഷുകാർക്ക് ഉയർന്ന ശമ്പളം, ഇന്ത്യക്കാർക്ക് തുച്ഛമായ ശമ്പളമായിരുന്നു. അപ്പോൾ ഇന്ത്യയിൽ ജോലി ചെയ്യുന്ന ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥർക്ക് നൽകുന്ന ഉയർന്ന ശമ്പളം, അപ്പോൾ ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥർക്ക് നൽകുന്ന ഉയർന്ന ശമ്പളം അതാണ് സാമ്പത്തിക ചോർച്ചയ്ക്കുള്ള ഒരു കാരണം. ഉദ്യോഗസ്ഥർക്ക് നൽകുന്ന ഉയർന്ന ശമ്പളം, ഹൈ എന്നാണ് എഴുതിയിരിക്കുന്നത്, ഉയർന്ന ശമ്പളം ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്തു എന്ന് മാത്രം. അപ്പോൾ ഇന്ത്യയിൽ ജോലി ചെയ്യുന്ന ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥർക്ക് നൽകുന്ന ഉയർന്ന ശമ്പളം അതായിരുന്നു ഒരു സാമ്പത്തിക ചോർച്ചയ്ക്കുള്ള ഒരു കാരണം. രണ്ടാമത്തെ കാരണം, നമ്മുടെ നാട്ടിലെ റോ മെറ്റീരിയൽസ് കളക്ട് ചെയ്തിട്ടാണ് അവർ ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്നത്. ഈ റോ മെറ്റീരിയൽസ് കളക്ട് ചെയ്ത് അവർ ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കി തുച്ഛമായ വിലയ്ക്ക് നമ്മുടെ ഇവിടുന്ന് റോ മെറ്റീരിയൽസ് കളക്ട് ചെയ്തിട്ട് ഒരു ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കി ഉയർന്ന വിലയ്ക്ക് ഇന്ത്യൻ കമ്പോളത്തിൽ തന്നെ വിൽക്കാം. അപ്പോൾ പ്രൊഡക്റ്റിന് വില കൂട്ടിക്കൊണ്ട് പ്രൊഡക്റ്റിന് വില എങ്ങനെയാണ്, റോ മെറ്റീരിയൽസ് തുച്ഛമായ വിലയ്ക്ക് വാങ്ങുക, എന്നിട്ട് എന്താണ് അതുകൊണ്ടുണ്ടാക്കുന്ന ഉൽപ്പന്നങ്ങൾ ഉയർന്ന വിലയ്ക്ക് ഇന്ത്യൻ കമ്പോളത്തിൽ തന്നെ വിൽക്കുക. സാമ്പത്തിക ചോർച്ചയ്ക്കുള്ള രണ്ടാമത്തെ കാരണമായി. തേർഡ് പോയിന്റ്, ഇന്ത്യയിലെ ജനങ്ങളെ തുച്ഛമായ കൂലിക്ക് പണിയെടുപ്പിച്ചുകൊണ്ടുണ്ടാക്കുന്ന ഉൽപ്പന്നങ്ങൾ ബ്രിട്ടനിലേക്ക് കയറ്റി അയക്കാം. അപ്പം നമ്മുടെ ഇവിടുത്തെ ലേബർ ഉപയോഗിച്ചുകൊണ്ട് ലേബറും ഇവിടുത്തെ റോ മെറ്റീരിയൽസ് ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് ഉണ്ടാക്കുന്ന തുച്ഛമായ കൂലിക്ക് കൊടുത്തുണ്ടാക്കുന്ന ഉൽപ്പന്നങ്ങൾ എവിടേക്ക് കയറ്റി അയക്കാം? ബ്രിട്ടനിലേക്ക് കയറ്റി അയക്കാം. അപ്പോൾ ഉൽപ്പന്നങ്ങൾ ബ്രിട്ടനിലേക്ക് കയറ്റി അയക്കാം. എക്സ്പോർട്ട് ജസ്റ്റ് ഒന്ന് നിങ്ങൾക്കൊന്ന് ഓർമ്മ നിൽക്കാൻ വേണ്ടി ബോർഡിലൊന്ന് മെൻഷൻ ചെയ്യണമെന്നുള്ളൂ കേട്ടോ, ചെറിയ പോയിന്റുകളായിട്ട്. അപ്പോൾ ഉൽപ്പന്നങ്ങൾ കയറ്റി അയക്കാം, ബ്രിട്ടനിലേക്ക് കയറ്റി അയക്കാം. എല്ലാറ്റിനും ഉപരി ഇവിടെ ഇന്ത്യക്കാരെ എല്ലാ അർത്ഥത്തിലും ചൂഷണം ചെയ്യാം, സാമ്പത്തിക ചൂഷണം. അപ്പോൾ ഈ 4 കാരണങ്ങളാണ് മസ്തിഷ്ക ചോർച്ച അല്ലെങ്കിൽ സാമ്പത്തിക ചോർച്ചകളുടെ കാരണങ്ങൾ. അപ്പം എന്താണ് സാമ്പത്തിക ചോർച്ച സിദ്ധാന്തം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇന്ത്യയിലെ സമ്പത്ത് കൊള്ളയടിക്കുന്നതാണ് ബ്രിട്ടീഷ് ഭരണം. ഇത് ഇന്ത്യയെ എവിടേക്ക് നയിക്കും? നമ്മുടെ സമ്പത്ത് കൊള്ളയടിച്ചു കൊണ്ടുപോയി കഴിഞ്ഞാൽ നമ്മൾ ദാരിദ്ര്യത്തിലാവില്ലേ? ഇത് തന്നെ നമ്മൾ ദാരിദ്ര്യത്തിലേക്കും സാമ്പത്തിക തകർച്ചയിലേക്കും നയിക്കും എന്നതാണ് സാമ്പത്തിക ചോർച്ച സിദ്ധാന്തം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സാമ്പത്തിക ചോർച്ചയ്ക്കുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ് പറയുന്നത്? ഇന്ത്യയിൽ ജോലി ചെയ്യുന്ന ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥർക്ക് ഉയർന്ന ശമ്പളം നൽകുക, ഇന്ത്യക്കാരെ കൊണ്ട് തുച്ഛമായ കൂലിക്ക് പണിയെടുപ്പിച്ചുകൊണ്ടുണ്ടാക്കുന്ന ഉൽപ്പന്നങ്ങൾ ബ്രിട്ടനിലേക്ക് കയറ്റി അയക്കുക, നമ്മുടെ ഇവിടുത്തെ റോ മെറ്റീരിയൽസ് വാങ്ങി തുച്ഛമായ വിലയ്ക്ക് വാങ്ങി ഉണ്ടാക്കുന്ന ഉൽപ്പന്നങ്ങൾ ഉയർന്ന വിലയ്ക്ക് ഇന്ത്യൻ കമ്പോളത്തിൽ തന്നെ വിൽക്കുക, എല്ലാറ്റിനും മുമ്പിൽ ഇന്ത്യക്കാരെ ചൂഷണം ചെയ്യാം. അപ്പം ഇത്രയും കാര്യങ്ങളാണ് സാമ്പത്തിക ചോർച്ചയ്ക്കും അല്ലെങ്കിൽ മസ്തിഷ്ക ചോർച്ചയ്ക്കുള്ള കാരണങ്ങളായിട്ട് പറയുന്നത്. അപ്പം എന്തൊക്കെയാണ് പഠിച്ചത്? ദാദാഭായ് നവറോജി, അതിന് മുമ്പ് ചാണക്യനെ കുറിച്ച് പഠിച്ചു അല്ലേ? ചാണക്യൻ അല്ലെങ്കിൽ കൗടില്യൻ അല്ലെങ്കിൽ വിഷ്ണുഗുപ്തൻ ഇന്ത്യൻ സാമ്പത്തിക ശാസ്ത്ര സിദ്ധാന്തങ്ങളിൽ ഏറ്റവും കൂടുതൽ പ്രാധാന്യം അർഹിക്കുന്ന ഗ്രന്ഥമാണ് ചാണക്യൻ്റെ അർത്ഥശാസ്ത്രം. അദ്ദേഹം ആരുടെ ഉപദേഷ്ടാവായിരുന്നു? മൗര്യ സാമ്രാജ്യ സ്ഥാപകനായ ചന്ദ്രഗുപ്ത മൗര്യൻ്റെ ഉപദേഷ്ടാവായിരുന്നു. അദ്ദേഹമാണ് മഗധ എന്ന രാജ്യത്തെ ഒരു സാമ്പത്തിക ശക്തിയാക്കുന്നതിൽ മുഖ്യ പങ്ക് വഹിച്ച വ്യക്തിയാണ്. ഇത്രയും കാര്യങ്ങളാണ് അവിടെ പഠിക്കാനുള്ളൂ. അടുത്ത് നമ്മൾ ആരെക്കുറിച്ച് പഠിച്ചു? ദാദാഭായ് നവറോജിനെ കുറിച്ച്. ഇന്ത്യൻ സാമ്പത്തിക ശാസ്ത്രത്തിൻ്റെ പിതാവാണ്. ഇന്ത്യയിൽ ആദ്യമായി ദേശീയ വരുമാനം കണക്കാക്കിയ വ്യക്തിയാണ്. മസ്തിഷ്ക ചോർച്ചാ സിദ്ധാന്തം അല്ലെങ്കിൽ സാമ്പത്തിക ചോർച്ചാ സിദ്ധാന്തം ആവിഷ്കരിച്ച അദ്ദേഹമാണ്. മസ്തിഷ്ക ചോർച്ചാ സിദ്ധാന്തം അദ്ദേഹം ആവിഷ്കരിച്ചത് അല്ലെങ്കിൽ എന്തിലൂടെയാണ് അദ്ദേഹം പറഞ്ഞത്? ഇംഗ്ലണ്ട്സ് ഡെപ്റ്റ് ടു ഇന്ത്യ എന്ന അദ്ദേഹത്തിൻ്റെ ലേഖനത്തിലൂടെ. അങ്ങനെ ഒരു പുസ്തകം ഉണ്ട്. ആ പുസ്തകം രചിച്ചത് ആരാണ്? ലാലാ ലജ്പത് റായ് ആണ്. പിന്നെ അദ്ദേഹത്തിന് വേണ്ടി പുരസ്കാരം ഏർപ്പെടുത്തിയ രാജ്യം ഏതാണ്? ബ്രിട്ടൻ. ഏതൊക്കെ വിഷയങ്ങൾക്കാണ്? വിദ്യാഭ്യാസം, വാണിജ്യം, സാംസ്കാരികം. പിന്നെ നമ്മൾ പഠിച്ചത് എന്താണ്? അദ്ദേഹത്തിന് 2 വാരികകളുണ്ട്, വോയിസ് ഓഫ് ഇന്ത്യ ആൻഡ് ടെസ്റ്റ് ഗോഫ്തർ അല്ലെങ്കിൽ ട്രൂത്ത് ടെല്ലർ. ദെൻ പോവർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ. പിന്നെ അദ്ദേഹം മസ്തിഷ്ക ചോർച്ചാ സിദ്ധാന്തത്തെ കുറിച്ച് പറഞ്ഞത് എന്തൊക്കെയാണ്? ഇന്ത്യയുടെ സമ്പത്ത് ചോർത്തിയെടുക്കുന്നതാണ് ബ്രിട്ടീഷ് ഭരണമെന്നും ഇത് ഇന്ത്യയെ സാമ്പത്തിക തകർച്ചയിലേക്കും ദാരിദ്ര്യത്തിലേക്കും നയിക്കുമെന്നും അഭിപ്രായപ്പെട്ടു. അതിനുള്ള കാരണങ്ങൾ, സാമ്പത്തിക ചോർച്ചയ്ക്കുള്ള കാരണങ്ങൾ അദ്ദേഹം എന്തൊക്കെയാണ് പറഞ്ഞത്? ഇന്ത്യയിൽ ജോലി ചെയ്യുന്ന ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥർക്ക് ഉയർന്ന ശമ്പളം നൽകുക, പിന്നെ ഇന്ത്യക്കാരെ കൊണ്ട് അടിമകളെ പോലെ പണിയെടുപ്പിച്ചുകൊണ്ട് ഉണ്ടാക്കുന്ന ഉൽപ്പന്നങ്ങൾ ബ്രിട്ടനിലേക്ക് കയറ്റി അയക്കാം, തുച്ഛമായ വിലയ്ക്ക് റോ മെറ്റീരിയൽസ് വാങ്ങി ഉണ്ടാക്കുന്ന ഉൽപ്പന്നങ്ങൾ ഇന്ത്യൻ കമ്പോളത്തിൽ തന്നെ ഉയർന്ന വിലയ്ക്ക് വിൽക്കുക, എല്ലാറ്റിനും മുമ്പ് ഇന്ത്യക്കാരെ ചൂഷണം ചെയ്യുക. ഈ 4 കാര്യങ്ങളാണ് സാമ്പത്തിക ചോർച്ചയ്ക്കുള്ള കാരണങ്ങൾ എന്ന് പറഞ്ഞു. ഓക്കെ ആണല്ലോ? അപ്പോൾ ഈ 2 പോയിന്റ് മനസ്സിലായെന്ന് കരുതുന്നു. ബാക്കിയുള്ളത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം.